3-ാം അധ്യായം 8-ാം വാക്യം, അതിന്റെ പ്രാരംഭ ഭാഗം ഒന്ന് വായിച്ച് നമുക്ക് ചിന്തയിലേക്ക് വരാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളിച്ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കും. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കണം. മതി, അത്രയും മതി. മടക്കണ്ട, വായിക്കുന്ന ആള് മടക്കണ്ട, വാക്കുകൾ എഴുതുന്നവർ എഴുതിക്കണം. എന്നോട് ദൈവാത്മാവ് സംസാരിച്ചത്, ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. ഒരാമേൻ പറഞ്ഞാട്ടെ. പ്രാരംഭത്തിൽ കേട്ടല്ലേ? ഇല്ലേ? കേട്ടില്ലേ? കേട്ടില്ലേ? കേട്ടു. ഇരിപ്പ് കാണുമ്പോ അറിയാലോ. കേട്ട്. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. ഇപ്പൊ നമ്മളോട് ഓരോരുത്തരോടും ചോദിച്ചാൽ പറയും, ദൈവത്തിന്റെ ശബ്ദമാണ് എന്നെ നടത്തിയത്. അത് പറയാൻ ഉറപ്പുള്ളത്ര പേരുണ്ട്. ദൈവശബ്ദമാണ് എന്നെ മുൻപോട്ട് കൊണ്ടുപോയത്. ചില വൈഷമ്യമേറിയ വേളകളിൽ ദൈവം എന്നോട് സംസാരിച്ചില്ലായിരുന്നു, ഞാൻ തകർന്നുപോയ. ദൈവത്തിന്റെ ശബ്ദത്തിന്റെ സ്വാധീനം എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതോർക്കുമ്പോൾ ചിലർക്കൊക്കെ ദൈവത്തെ സ്തുതിക്കുകയായിരിക്കാം. ചിലരങ്ങനല്ല, ദൈവശബ്ദത്തിനൊന്നും ഒരു വില ഇല്ല. അവർക്ക് മാനുഷിക ശബ്ദത്തിനാണ് വില. സ്തോത്രം. മാനുഷിക ശബ്ദത്തിനാണ് വില കൊടുക്കുന്നത്. പൗലോസ് പറഞ്ഞു, ഈ യാത്ര വൈഷമ്യമേറിയതാണ്. ഈ യാത്ര എന്ത് ചെയ്യരുത്? വേണ്ട. ഈ യാത്ര വേണ്ട. കാരണം പൗലോസിനറിയാം കടലിന്റെ രൂപഭാവം മാറുന്നതിനെ കുറിച്ച്. കാരണം അദ്ദേഹം ഒരുപാട് പ്രാവശ്യം കപ്പലിലൂടെ യാത്ര ചെയ്തതാണ്. പക്ഷേ ദൈവത്തിന്റെ വചനം എന്താ വായിക്കുന്നത്? പൗലോസിന്റെ വാക്കിനെക്കാട്ടിൽ, അല്ലെ, ഒരു അഭിഷക്തന്റെ വാക്കിനെക്കാട്ടിൽ കപ്പിത്താന്റെ വാക്കിന് പരിണിത ഫലം ആ കപ്പല് മുഴുവൻ അല്ലേ? പിന്നെ പൗലോസിന്റെ കെയർ ഓഫിൽ ഒരു കപ്പല് കിട്ടിയേ, ശരിയല്ലേ? മെലീത്തേ കയറി പുബ്ലിയോസ് ദ്വീപിലെ അധികാരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവപ്രവർത്തി വെളിപ്പെട്ടു. ഒരു കപ്പല് നിറയെ സാധനം കൊടുത്ത് അവരെ മടക്കി അയച്ചു. ദൈവഹിതമില്ലാതെ പോയ യാത്ര ചെയ്ത കപ്പല് മൊത്തം തകർന്നു. പക്ഷെ ദൈവശബ്ദം കേട്ടവനിലൂടെ പുതിയ കപ്പല് ദൈവം കൊടുത്തു. മോടെ പേരെന്തുവാ? ബിനിത. ഫസ്റ്റ് ടൈം അല്ലേ വരുന്നേ? ഇത് മോൻ, മറ്റേ വാസന്റെ മോൻ അല്ലേ? എനിക്ക് സ്വാഗതമുണ്ട് കേട്ടോ. വേറെ ആരും ഇല്ലല്ലോ പുതിയതായിട്ട്? ഓക്കെ. അപ്പോൾ ദൈവശബ്ദത്തിന് വലിയ വില ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചുണ്ട്. സ്തോത്രം. നമ്മൾ ഈ ചില വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ നേരത്തെ ദൈവാലോചന എന്ത് ചെയ്യും? ചോദിക്കും. ചോദിക്കുന്നവരോടാണ് ദൈവാലോചന ചോദിക്കും, അല്ലേ? കർത്താവേ, നിന്റെ അരുളപ്പാട് എന്താണ്? ഇപ്പം ഈ സനൂപ് മുംബൈ ജോലി ചെയ്തിട്ട് അവൻ ഇവിടെ വന്നു. ഇവിടെ വന്ന് 3 ദിവസം എൻ്റെ കൂടെ ഫാസ്റ്റിംഗ് ചെയ്തു. ദൈവശബ്ദം കേട്ടു. ദൈവാലോചന കേട്ടിട്ടാണ് അടുത്ത ഒരു മൂവ്മെന്റ് ചെയ്തത്. എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ദൈവശബ്ദം കേട്ടിറങ്ങിയാൽ
അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ദൈവം. നാളെ അവൻ വഴിയിൽ ഉപേക്ഷിക്കും, തള്ളിക്കളയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്താം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട്. നിങ്ങൾ നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം കർത്താവിനോട് ആലോചന ചോദിക്കണം. വചനം പറയുന്ന അവൻ തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യത്തില്ല, അവൻ നന്മയ്ക്കായി ചെയ്യുന്നവനത്. നമ്മുടെ തിന്മ ആഗ്രഹിക്കാത്ത, നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ ക്രിസ്തു. അതുകൊണ്ട് ആ ദൈവത്തോട് ആലോചന ചോദിക്കുന്നത് അനുഗ്രഹമായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മളോട് ഇടപെടുന്ന ഒരു ദൂത്, നിങ്ങൾ ഇന്ന് അവന്റെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് ആരോടൊക്കെയോ സംസാരിക്കാനുണ്ട്, നിർദ്ദേശങ്ങൾ തരാനുണ്ട്, മുന്നറിയിപ്പുകൾ തരാനുണ്ട്, മറുപടികൾ തരാനുണ്ട്, ഉത്തരങ്ങൾ തരാനുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. എന്റെ കൂടെ വിശ്വസിക്കുന്നവർ ആമേൻ പറയട്ടെ. ആമേൻ. ഈ 3-ാം അധ്യായം എന്ന് പറയുന്നത് മോശയെക്കാൾ ക്രിസ്തുവാണ് ശ്രേഷ്ഠൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലേഖനം എഴുതിയത്. ഇത് എഴുതിയത് പൗലോസാണ്. അതിന് തെളിവുകളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം ഇവിടെ എതിർപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വന്ന് കണ്ടാൽ മതി, പറഞ്ഞു പാസ് ചെയ്ത പൗലോസ് അല്ല എഴുതിയത് എന്ന് തെളിയിക്കാൻ പ്രൂഫ് ഉണ്ടെങ്കിൽ വന്നാൽ മതി, ഞാൻ തിരിച്ച് മറുപടി തരാം. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ. 3-ാം അധ്യായത്തിൽ, 1ഉം 2ഉം അധ്യായം ഒന്നും ഞാൻ എടുക്കുന്നില്ല. 3-ാം അധ്യായത്തിൽ പൗലോസ് വെളിപ്പെടുത്തുക, മോശയല്ല വലുത്, യേശുവാണ് വലുത്. രാമേൻ പറ. നിങ്ങളത് വിശ്വസിക്കുന്നു? ഞാനത് വിശ്വസിക്കുന്നു. സ്വർഗമല്ല വലുത്, യേശുവാ വലുത്. ദൂതന്മാരല്ല വലുത്, യേശുവാ വലുത്. ഞാൻ ഒരിക്കലും ഒരിടത്ത് പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞ, സ്വർഗമാകണമെങ്കിൽ തന്നെ ക്രിസ്തു വേണം അവിടെ. ക്രിസ്തു ഇല്ലെങ്കിൽ സ്വർഗമാകത്തില്ല. ആവോ? ഈ മുദ്ര ആര് പൊട്ടിക്കും എന്നറിയാതെ യോഹന്നാൻ അതോർത്ത് കരഞ്ഞപ്പോൾ ദൂതൻ അവന്റെ അടുത്തു വന്ന് നിന്നിട്ട് അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്തിന് കരയുന്നു? ഈ മുദ്രകളെ പൊട്ടിപ്പാൻ സ്വർഗത്തിൽ ഒരാൾക്കും യോഗ്യത ഇല്ലാതിരുന്നപ്പോൾ ഈ മുദ്രകളെ പൊട്ടിക്കാൻ യോഗ്യതയുള്ള ഒരു കുഞ്ഞാടുണ്ടെന്ന് പ്രഖ്യാപിച്ചു. ഞാൻ അതാ പറഞ്ഞേ, യേശുവിനെ പോലെ യേശു അല്ലാതെ ആരുമില്ല. സ്തോത്രം. ഒരാളുടെ ജീവിതത്തിൽ അപ്പനുണ്ടേലും അമ്മയുണ്ടേലും മക്കളുണ്ടേലും സ്വത്തുണ്ടേലും വീടുണ്ടേലും സമ്പത്തുണ്ടേലും കാറുണ്ടേലും എന്നതൊക്കെ ഉണ്ടേലും യേശു ഇല്ലെങ്കിൽ ഒന്നുമില്ല. അറിവുണ്ടേലും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും പദവികളുണ്ടെങ്കിലും യേശു ഇല്ലെങ്കിൽ നീ ശൂന്യമാണെന്ന് ഞാൻ പറയും. രാമൻ എത്ര പേര് പറഞ്ഞു? അതുകൊണ്ട് വ്യക്തമായി പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കുക, മോശയേക്കാൾ വലിയവനാണ്
ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന നസ്രയനാകുന്ന യേശു. ഇന്ന് പകൽ ഞാൻ പറയുമ്പോ തന്നെ എന്നോട് ദൈവം ഒരു ദൂതടപെടുന്നു. നിന്റെ ജീവിതത്തിൽ കർത്താവാണ് വലുതെന്ന് നീ സ്വയം തിരിച്ചറിയുന്ന നാളുകൾ വെളിപ്പെടാൻ പോകുന്നെന്ന് ഇന്ന് പകൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ആലോചന വിളിച്ചു പറയാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നു. നിന്റെ ജീവിതത്തിൽ യേശുവാണ് വലിയവൻ സ്വയം തിരിച്ചറിയുന്ന നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ വിശ്വസിക്കുന്നവർ മാത്രം ആ ദൂതനെ ആത്മാവിൽ പ്രതികരിക്കട്ടെ. അതുകൊണ്ട് മോശയല്ല വലുത്, അവർക്ക് അബ്രഹാമാണ് വലുത്, അവർക്ക് മോശയാണ് വലുത്. അതുകൊണ്ടല്ലേ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച്, ന്യായപ്രമാണം മോശ ആണോ? പിന്നെ ആരുടെ? ദൈവത്തിന്റെ ന്യായപ്രമാണം. അപ്പൊ നോക്കിക്കേ, ദൈവത്തെക്കാളും ഉപരി, ന്യായപ്രമാണത്തെക്കാളും ഉപരി മോശയാ വലുതാണ്. ദൈവത്തെക്കാളും ഉപരി, ക്രിസ്തുവിനേക്കാളും ഉപരി അബ്രഹാമാർക്ക്. സ്തോത്രം, സ്തോത്രം. മറ്റൊരിടത്ത് വായിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച മോശ എവിടെ? അപ്പോഴും ഈ റെവലേഷൻ അകത്ത് കിട്ടിയിട്ടില്ല. ഞങ്ങളെ പുറപ്പെടുവിച്ചത് ദൈവമാണെന്നല്ല പറഞ്ഞേ. മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ച മോശ എവിടെ? കണ്ടോ? ദൈവത്തെക്കാട്ടിലും ഉപരി പ്രസക്തി കൊടുത്തത് ആർക്കാ? മോശയ്ക്ക്, അബ്രഹാമിന്. എന്നാൽ പൗലോസ് ഇതിനെയെല്ലാം അങ്ങ് പൊളിച്ചു. സ്തോത്രം. ഇതിനെയെല്ലാം പൗലോസ് പൊളിച്ചിട്ട് പൗലോസ് പറയുക, ക്രിസ്തുവിനെ പോലെ ശ്രേഷ്ഠൻ വേറാരുമില്ല, ഇനിയും മേലാൽ ഉണ്ടാകത്തുമില്ല. എന്നോട് ആത്മാവ് ഒരു ദൂത് വിളിച്ചു പറയാൻ പറയുന്നു. ദൈവത്തിന്റെ ശ്രേഷ്ഠതയെ മറിച്ചു കളയുന്ന ചില വാക്കുകളും പ്രവൃത്തികളും ഇന്ന് പകൽ ഈ വചനം കീഴുമേ മറിക്കും. ദൈവത്തിന്റെ മഹത്വത്തെയും ദൈവത്തിന്റെ ശ്രേഷ്ഠതയെയും പിടിച്ചു കളയുന്ന ചില പൈശാചികളുടെ പ്രവർത്തനങ്ങളെ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കട്ടെ. എന്നോട് ദൈവം ഇടപെടുന്നത് കൊണ്ട് ഞാൻ ആ ദൂതൊക്കെ പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. കാതലായ ദൂതിലേക്ക് ഞാൻ വന്നില്ല. 1-ാം വാക്യം മുതൽ ഒന്ന് വായിച്ച് 3:1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ എന്നാ എഴുതിയല്ലേ? എന്ന് വെച്ചാൽ ജീവിതത്തിൽ സ്വഭാവത്തിലും വിശുദ്ധി കാത്ത് സൂക്ഷിക്കുന്നവരെയാണ് വിശുദ്ധ സഹോദരന്മാരെ എന്ന് പൗലോസ് അതിസംബോധന ചെയ്തത്. അവരുടെ അറിവില്ലായ്മയെ പൗലോസ് ക്ഷമിച്ചു. അറിവില്ലായ്മയെ ദൈവം ക്ഷമിക്കും. പക്ഷെങ്കിൽ വിശുദ്ധിയും വേർപാടും സ്വഭാവത്തിൽ കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു എബ്രായ ക്രിസ്ത്യാനികൾ. എന്നാൽ ചില അറിവില്ലായ്മ ഉണ്ടെന്നുള്ളത് സത്യം. അറിവില്ലായ്മയിൽ തെറ്റു വന്നാൽ, പാകപ്പിഴ വന്നാൽ, കുറവ് വന്നാൽ പരിശുദ്ധാത്മാവ് അത് ക്ഷമിക്കും.
എന്നാൽ അറിഞ്ഞുകൊണ്ട് ചെയ്താൽ ദൈവാത്മാവ് അത് ക്ഷമിക്കത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു? നമ്മുടെ സഭയെ കാണുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ കാണുന്നതാണ്, വിശുദ്ധ കരം ഉയർത്തി ദൈവത്തെ നമ്മളെല്ലാവരും പറയുന്നു, ഞാനും പറയാം. പക്ഷെ എല്ലാ കരവും വിശുദ്ധമാണ്. പിന്നെ എന്തിനാ നിങ്ങൾ ശ്രദ്ധിച്ചു? നിങ്ങൾ തന്നെ പറയുന്ന എല്ലാ കരവും വിശുദ്ധമാണ്. ആണോ അഭിഷേകേ? എല്ലാ കരവും വിശുദ്ധമാണ്. പക്ഷേ വിശുദ്ധ കരം ഉയർത്തി സ്തുതിക്കാൻ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും യൂട്യൂബ് എടുത്തിട്ട് ഈ വിരലുകൾ ഏതൊക്കെ വഴിക്കാ സെർച്ച് ചെയ്ത് പോയെന്ന് അറിയത്തില്ല. ഞാനിത് ചുമ്മാ പറയുന്നതല്ല, വിവേചിച്ച പ്രസംഗം. എന്നെ കൊണ്ട് തലേ കൈ വെച്ച് പറയിപ്പിക്കും, വചനത്തിന്റെ മുമ്പിൽ മാനസാന്തരപ്പെടും. ഈ വിരൽ ഓടേണ്ടടുത്തെല്ലാം ഓടിയിട്ട് വിശുദ്ധ കരത്തിൽ സ്തുതിക്കാൻ പറയും, ഇവൻ ആദ്യം പോകുന്നു. ദൈവദാസന്മാരെ കുറിച്ചും ദൈവസഭയെ കുറിച്ചും എല്ലാം ഇരുന്ന് ടൈപ്പ് ചെയ്യുക. ഫേസ്ബുക്കിൽ വാട്സപ്പിൽ കുറ്റം എഴുതി ടൈപ്പ് ചെയ്യുക. ഇവനാണ് ഞായറാഴ്ച വന്ന് വിശുദ്ധകരെ ഉയർത്തി സ്തുതിക്കാൻ പറയുമ്പോൾ കിട്ടുന്നില്ല. സ്തോത്രമൊക്കെ ഏർപ്പിക്കും. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലേലും സാരമില്ല. ഇന്ന് രണ്ടിലൊന്നും അറിയാനാ ഞാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ബുധനാഴ്ച വേറെ പ്രോഗ്രാം പലപ്പോഴും എടുക്കാറില്ല. കാരണം എനിക്കറിയാം സമയം ഒത്തിരി ആവശ്യമാണ്. എനിക്ക് ഇന്ന് വൈകിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഞാനത് മനഃപൂർവ്വം ക്യാൻസൽ ചെയ്തു. കാരണം എനിക്ക് നാളെ മീറ്റിംഗ് ആണ്. നാളെ മീറ്റിംഗ് കഴിഞ്ഞ് എനിക്ക് വൈകിട്ട് വേറെ പ്രോഗ്രാം. ഞാൻ ഇന്ന് ഇത്രയും കഴിഞ്ഞ് പിന്നെ വൈകിട്ട് വിടാകുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലെ യാത്രയും ശുശ്രൂഷയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ പറയുമ്പോൾ ഒരു നിമിഷം ശോധനയാണ്. പൗലോസ് വിശുദ്ധരെ എന്ന് വിളിക്കണമെങ്കിൽ പൗലോസിന് കൃത്യ അറിവുണ്ട്. ഇല്ല, പൗലോസ് വിളിക്കില്ല. കാരണം പൗലോസിനെയൊക്കെ പരിശുദ്ധാത്മാവ് നയിച്ചതിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ നമ്മളൊക്കെ അതിന്റെ അരികത്തെത്തിയിട്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വളരെ പ്രാർത്ഥനയോടിരിക്കുന്നു. ഞാൻ ഒരിക്കൽ ഒരു ശുശ്രൂഷിക്കാൻ ഒരു ചർച്ചിൽ പോയത്, പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരുത്തും ഭയങ്കര ആരാധനയാ, ഭയങ്കരമായിട്ട് ആരാധിക്കും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ അടുത്ത് വന്ന് ചെവി വന്ന് ഉഴുവ. ദൈവദാസന്മാരെ കുറിച്ച് ട്രോള് വീഡിയോ ഉണ്ടാക്കുന്ന നീയാണ്. ട്രോൾ. ഉടനെ ഇവന്റെ കയ്യടി പെട്ടെന്ന് നിന്ന്. ഞാൻ ചെവിയിലാ പറഞ്ഞു, ട്രോള് വീഡിയോ ഉണ്ടാക്കുന്ന നീയാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ പോയി. പിന്നെ അവൻ ആരാധിച്ചു. ആരാധന എല്ലാം കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് വാസ, അതെന്താ വാസ? ഞാൻ പറഞ്ഞു, നീ ചെയ്തിട്ടാണോ? ഞാൻ അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല. ഞാൻ പറഞ്ഞു, നിനക്ക് യൂട്യൂബ് ചാനൽ ഇല്ല? ഇല്ലേ? അവന് ഫോൺ എടുക്കാം. ഇല്ല വാസ, പറഞ്ഞ വിശ്വസിക്കും. നമ്മുടെ ഫോൺ എടുക്കടാ, ഈ ഫോൺ തുറക്ക്, യൂട്യൂബ് എടുക്ക. കൊണ്ട് ജാസ് ഒരു ചാനൽ, ഒറ്റ ചാനൽ. ഞാൻ പറഞ്ഞ ആ ചാനല് ഈ ട്രോൾ ഉണ്ടാക്കുന്ന ചാനലാണ്. അങ്ങനൊന്നുമില്ല വാസ്, അങ്ങനൊന്നും. ഞാൻ പറഞ്ഞു, നിന്റെ ചാനൽ ഓപ്പൺ ആക്കാം. ചാനല് ഓപ്പൺ ആക്കാൻ പറഞ്ഞു.
ചാനൽ ഓപ്പൺ ആക്കാൻ പറയും. പക്ഷെ ഒരു 10 വീഡിയോ ചെയ്തിട്ട് അതിൽ കൊള്ളൊന്നും ഒരു 10 ഇവനായിരുന്നു ഇവിടെ ഇരുന്ന് തകർക്കുന്നു. ദൈവാസന്മാര് പ്രസംഗിക്കുമ്പോ തകർക്കുന്ന ഇവനാ. ഞാൻ പറഞ്ഞു എന്റെ വീഡിയോ വല്ലതും എടുത്തിട്ടുണ്ട്? ഇല്ല പാസ്. ഞാൻ പറഞ്ഞു ഇന്നത്തോടെ പരിപാടി നിർത്തിക്കോണമെന്ന് പറഞ്ഞു. എന്റെ മുമ്പിൽ വെച്ച് തന്നെ ആ ചാനല് ഞാൻ കളയിപ്പിച്ചു. ജീവിതത്തിലും സ്വഭാവത്തിലും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരെ വിളിക്കുന്ന പേരാ വിശുദ്ധർ. അല്ലാത്ത ഒറ്റ ഒരെണ്ണത്തെയും, അത് പെന്തക്കോസ് ആണേലും കൊള്ളാം, ഏത് കോസ്റ്റ് ആണേലും കൊള്ളാം, ജീവിത വിശുദ്ധിയില്ലാത്ത ഒറ്റ ഒരെണ്ണത്തെ വിശുദ്ധരെന്ന് പരിശുദ്ധാത്മാവ് വിളിക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഈ തിരുവചനം ശ്രവിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, കൈയടിച്ചത് കൊണ്ട് വിശുദ്ധിയായില്ല, ബൈബിൾ വായിച്ചത് കൊണ്ട് വിശുദ്ധിയായില്ല, ബുധനാഴ്ച മീറ്റിംഗിൽ മുടങ്ങാതെ വന്നതുകൊണ്ട് വിശുദ്ധിയായില്ല, ഞായറാഴ്ച ബൈബിളും പകലി എടുത്തുകൊണ്ട് പള്ളി പോയോണ്ട് വിശുദ്ധിയായില്ല. നിന്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിശുദ്ധമായ ക്രിസ്തീയ ജീവിതം നീ നയിക്കണമെന്നാണ് ഇതിലൂടെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നേ. അന്യഭാഷ പറയുന്ന നാവുകൊണ്ട്, ദൈവത്തെ പാടി സ്തുതിക്കുന്ന നാവുകൊണ്ട് അന്യായ ഭാഷ പറയുന്നത് സ്റ്റോപ്പ് ചെയ്യ്. നിർത്ത്. പക്ഷെ ഞങ്ങള് ചീത്തവാക്കൊന്നും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. പിന്നെ ഞങ്ങൾ വല്ലതും പറഞ്ഞ എന്തെങ്കിലും ദേഷ്യം വരുമ്പോ പറയുന്ന നീ അങ്ങ് മുടിഞ്ഞു പോത്ത്. ഇതിനകത്തിരുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആരാന്ന് പറ വേണ്ട, സൂമില്ലായിരുന്നു, ഇത് യൂട്യൂബ്. ആ വാക്ക് ഇതിന്റെ അകത്ത് ഉച്ചരിച്ചവരുണ്ട്. ദൈവാത്മാവ് പറഞ്ഞ് ഇപ്പൊ ക്ഷമ പറഞ്ഞ് മാനസാന്തരപ്പെട്ടോണം. ഞങ്ങള് അസഭ്യവാക്ക്, ചീത്തവാക്ക് ഒന്നും പറയാറില്ല. വാസഭ്യം അച്ഛൻ എന്തേലും പറയുമ്പോ ഇങ്ങനെ പറയും, അല്ലെങ്കിൽ അവൾ എന്തേലും പറയുമ്പോ ഞാൻ, അല്ലെ മക്കൾ എന്തേലും പറയും. സ്തോത്രം. ചില വാക്കുകളൊക്കെ ദൈവം എന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. പബ്ലിക് മീറ്റിംഗ് ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല. സ്തോത്രം. ഞാൻ ഇന്നാളൊരു സാക്ഷ്യം പറഞ്ഞ നിങ്ങൾ ഓർക്കുന്നു? ഒരു പെങ്കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സ്തോത്രം. അമ്മയുടെ ഒറ്റ വാക്ക്, അമ്മ പറഞ്ഞ ഒറ്റ വാക്ക് ആ തലമുറയെ പൈശാചിക മണ്ഡലം ബന്ധിച്ചു. അമ്മയുടെ ഒറ്റ വാക്കിൽ. മനസ്സിലായോ പറഞ്ഞേ? എന്നോട് ആത്മാവ് ഇടപെടുന്നു. നിന്റെ വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും ജീവിത വിശുദ്ധി മറന്ന് നീ മുൻപോട്ട് പോയാൽ ദൈവത്തിന്റെ കരം ഭാരമാകുമെന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാനത് ഭയത്തോടെ അറിയിക്കുകയാണ്. വായിച്ച മോനെ, അവിടെ നിന്നാ തീരില്ല. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, അത്രേ ഉള്ളൂ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരുള്ളവരെ നാം സ്വീകരിച്ചു. കണ്ടോ, വിശുദ്ധന്മാരെന്ന് വിളിച്ചിട്ട് അടുത്ത കണ്ടോ പറയുന്നത് സ്വർഗീയ. ഒരാമേ പറഞ്ഞേ. ആ അതിസംബോധന കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലേ? ഇല്ലേ? വിശുദ്ധന്മാരെ, അത് കേട്ടപ്പോ തന്നെ അത് പോയി. അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോ തന്നെ അതിന്റെ കാര്യത്തിൽ തീരുമാനം. പക്ഷെ അടുത്ത കേട്ടെ, സ്വർഗീയ വിളിക്ക്
ഓഹരിക്കാരെ, അതല്ലേ ആ കുഞ്ഞു പറഞ്ഞു, സ്വർഗീയ വിളിക്ക്. കണ്ടോ, എന്തോ മാന്യമായ, എന്തോ വിലപ്പെട്ട ഒരു കോളിംഗാ നമ്മുടെ മേ കിടക്കുന്നത്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെ. ഓ സ്വോത്രം. കണ്ട ചേറിലും കണ്ട ചെളിയിലും കുപ്പയിലും കിടന്ന നമ്മളെ ഹല്ലേലൂയ ഈ പദവിയിൽ എത്തിച്ച അരുമനാഥന്റെ സ്നേഹം മറക്കരുതേ. ക്ഷണിക്കപ്പെട്ടവർ റിസർവ് ചെയ്ത സീറ്റിൽ ആൾക്കാർ ക്ഷണിച്ച VIP-കൾ വരാതിരുന്നപ്പോൾ വഴിത്തലയ്ക്കലും തെരുവീതികളിലും പട്ടണവാതിക്കലിലും ഹല്ലേലൂയ കണ്ടിട്ടും കാണാത്തവരെ പോലെ നിന്ദിക്കപ്പെട്ട, പരിഹസിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട നമ്മളെ ചേർത്തു പിടിച്ച ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വിളി നിങ്ങൾ കേട്ടോ. സ്വർഗീയ വിളിക്കോഹരിക്കാരെ. സ്തോത്രം. ആത്മമണ്ഡലത്തിൽ എന്റെ കൂടെ ഇന്ന് ആത്മയുദ്ധം ചെയ്യാൻ തയ്യാറുള്ളവരോട് ഒരു ദൂത് ഞാൻ പറയാ. ഈ ഭൂമിയിലെ ശക്തി നിനക്കെതിരെ വെല്ലുവിളി ഉയർത്തുമ്പോൾ നീ ആത്മനിയോഗത്തോടെ പറ, ഈ ഭൂമിയിലെ എന്റെ മേൽ കിടക്കുന്നത് ഇവിടെ വാഴുന്ന ശക്തിയിലേക്ക് എന്നെ ജയിക്കാൻ കഴിയത്തില്ല. ഇവിടെ വെല്ലുവിളിക്കുന്ന അന്ധകാരങ്ങൾക്ക് എന്നെ ജയിക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവരാരും ഒന്ന് മുഖങ്ങളിലെ ഈ ലോകത്തിലെ ശക്തികൾ കുഞ്ഞ് പ്രസംഗിച്ച് കേട്ടോ. കപ്പലാപത്ത്, കഷ്ടത, ഞെരുക്കം, നിന്ന, അപമാനം, കപ്പൽ ക്ഷതം, അണലി ചുറ്റിയത്, മരണവെല്ലുവിളി, ഭീതി, ഇതെല്ലാം എന്നെ ചുറ്റി.
ഇതെല്ലാം എന്റെ ലൈഫ് വന്നു. പൗലോസ് പറഞ്ഞ കുഞ്ഞു പറഞ്ഞു, അതിന്റെ നടുവിൽ പൗലോസ് നിന്ന് എന്തുകൊണ്ടാ? പൗലോസിനറിയാം എന്റെ മേലുള്ള വിളി ലോകത്തിന്റെ വെളിപ്പാട് വീഴുന്നു. ഞാൻ നിങ്ങളോട് കാര്യം കേട്ടു. ഈ വെളിപ്പാട് പ്രാപിച്ചോണ്ടല്ലോ ഞാൻ ഒരു ഗുണം പറയും. നിങ്ങളുടെ ജീവിതത്തിൽ ചില ക്രൈസിസ് വരുമ്പോ ചിലപ്പോ കൂടെ പ്രാർത്ഥിക്കാൻ ആരെ കിട്ടിയില്ലെന്ന് വരും. ചിലപ്പോ വിളിച്ച ദൈവദാസന്മാരെ കിട്ടിയില്ലെന്ന് വരും. ചിലപ്പോ ഒരു ആരാധന കിട്ടിയില്ലെന്ന് വരും. ചിലപ്പോ ഒരു പ്രാർത്ഥന കിട്ടിയില്ലെന്ന് വരും. പക്ഷെ ഈ വെളിപ്പാട് അകത്തു വന്നാൽ ക്രൈസിസിന്റെ നടുവിൽ ഒരസാധാരണ ധൈര്യം, ഒരസാധാരണ ധൈര്യം, ഒരസാധാരണ ധൈര്യം വെളിപ്പാട് അകത്തില്ലാത്ത പ്രശ്നം. ഒരു പ്രതികൂലം വരുമ്പോ, ഒരു പ്രതിസന്ധി വരുമ്പം, ഒരു കഷ്ടത വരുമ്പോ, ഒരു ദുഃഖം വരുമ്പോ, ഒരു വേദന വരുമ്പോ, ഒരു ഭാരം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, ഒരു വെള്ളിവിളി വരുമ്പോ, ഒരു ഭീതി വരുമ്പോ തളർന്നു പോകുന്നതിന്റെ കാര്യം ഈ വെളിപ്പാട് അകത്ത് കയറിയിട്ടില്ല. ഈ വെളിപ്പാട് അകത്തുള്ളവന് സപ്പോർട്ടിങ്ങിന് പ്രവാചകന്റെ ആവശ്യമില്ല. ഈ വെളിപ്പാട് അകത്തുള്ളവന് സപ്പോർട്ടിന് ഒരു പ്രാർത്ഥനക്കാരെ ആവശ്യമില്ല. ഈ വെളിപ്പാട് അകത്തുണ്ടെങ്കിൽ ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ അവൻ പറയും, ഇതൊന്നും എന്റെ വിഷയമല്ല, എന്റെ ഉയരത്തിന് ഇവരൊക്കെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ, സുജാത സിസ്റ്ററും കുഞ്ഞുങ്ങളും, പ്രിയ സഹോദരി ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിൽക്കുന്നു. നമ്മുടെ ഇവിടെ നിന്ന് രാജ സിസ്റ്റർ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിൽക്കുന്നു. അങ്ങനെ ഒത്തിരി പേരാണ്. ഇദ്ദേഹം ഒറ്റയ്ക്കാവുന്നു, എന്നാൽ ഇപ്പൊ കുടുംബത്തെ നേടി. ആ അമ്മാമ ഒറ്റയ്ക്കാ നിൽക്കുന്നത്. പക്ഷെ അവരുടെ ഭവനത്തിൽ ദൈവത്തിന്റെ കരം ചലിച്ചു കൊടുക്കും. കഴിഞ്ഞ ആഴ്ച എന്നോട് ഒരു സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. ആ സാക്ഷി ഇവിടെ പറയട്ടെ. ഹല്ലേലൂയ. അമ്മാമ്മയുടെ കൊച്ചു മകന്റെ കാര്യമാണ്, മോളുടെ കുഞ്ഞ്. ആ കുഞ്ഞ് നടക്കത്തില്ല. ആ കുഞ്ഞ് നടക്കത്തില്ല. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകണം. അമ്മാമ്മയൊക്കെ വന്നിട്ട്, ഇത് 3-ാമത്തെ ആഴ്ചയല്ലേ നിങ്ങൾ വന്നിട്ട്? 3-ാമത്തെ ആഴ്ച. ഫസ്റ്റ് ആഴ്ച വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് ഒരു ദൂത്, ഇത് അവരുടെ തകർച്ചയ്ക്കല്ല, അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരാനുള്ള ദൈവം. ഞാൻ പ്രാർത്ഥിച്ചു. അവര് പോയി. എന്റെ പേഴ്സണൽ പ്രയർ ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചോണ്ട് കഴിഞ്ഞ ബുധനാഴ്ച വന്നിട്ട് എന്നോട് പറഞ്ഞു,
പക്ഷേ വീട്ടിൽ ഹല്ലേലൂയ ആ കുഞ്ഞിനെ ആരെങ്കിലും എടുത്തോണ്ട് പോയാലേ ആ കുഞ്ഞിന് പോകാൻ പറ്റും. ഒറ്റയ്ക്ക് നടക്കാനുള്ള ഒരു സ്വാധീനം കുഞ്ഞിനായിട്ടില്ല, ബലം കുഞ്ഞിനായിട്ടില്ല. അദ്ദേഹത്തിന്റെ മമ്മി അടുക്കള കിച്ചണിൽ നിന്ന് വിളിച്ചപ്പോ വെളിയിലായിരുന്നു അവരുടെ ഹോള് കഴിഞ്ഞ് വെളിയിൽ മുറ്റത്ത് സൈക്കിള് വരും. അപ്പൊ ദൂരെ നിന്ന കുഞ്ഞിന്റെ മറുപടി കേട്ടു, ദൂരെ നിന്ന്. അപ്പൊ ആ സിസ്റ്റർ വിചാരിച്ചത് അപ്പൻ ഹസ്ബൻഡ് വല്ല എടുത്തോണ്ട് വെളിയിൽ പോയതായിരിക്കാം. വന്ന് നോക്കിയപ്പോ ആ കുഞ്ഞ് സൈക്കിളിന്റെ പുറത്തിൽ അടക്കാത്ത കുഞ്ഞ്. അവൻ പിടിച്ച് നടന്ന് മുറ്റത്ത് ചെന്ന് നിന്ന് ആ സൈക്കിളെ ഇരുന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് സാക്ഷിയാണ്. ഒറ്റയാഴ്ച ഇവിടെ വന്നു, പക്ഷേ പറഞ്ഞ ദൂതിനെ അവർ ഏറ്റെടുത്തു, പറഞ്ഞ ദൂതിനെ അവർ വിശ്വസിച്ചു, അവർ പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു, ദൈവം പ്രവർത്തിച്ചു തുടങ്ങാൻ തുടങ്ങി. ഞാൻ ഇത് പറഞ്ഞത് എന്നെ വലിയ ആള് കളിക്കാനല്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ കുഞ്ഞു വിടുവിക്കപ്പെട്ട ആ കുടുംബം യേശുവിനെ അറിയിക്കും. ദൈവത്തിന്റെ ഒരു പദ്ധതി അത് കിടപ്പുണ്ട്. അതിനുവേണ്ടിയാ പ്രാർത്ഥിക്കുന്നു. അപ്പൊ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോ പതറാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ വെളിപ്പാട് അകത്തു വേണം. ഈ ലോകത്തിലെ ശക്തികൾ എന്തൊക്കെ കൊണ്ടുവന്നാലും എന്റെ മേ കിടക്കുന്ന വിളി സ്വർഗത്തിലെ രാമേൻ പറഞ്ഞ മോനെ വായിച്ചു. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെ നാം സ്വീകരിച്ച് പറയുന്ന അല്ലേ, നാം സ്വീകരിച്ച് ഈ സ്വീകരിച്ചു പറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രീക്ക് വേർഡ് ഹോമോലോഗ്യ എന്നാണ്. എന്ന് വെച്ചാൽ സ്വയം പറയണം, സ്വയം എന്ത് ചെയ്യണം, പറയണം, സമ്മതിക്കണം. ഞാൻ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ് നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വയം പറയണം, ഞാനാണ്. നിങ്ങളുടെ നാവ് കൊണ്ട് പറയണം, ഞാനാണ്. ഒരു സമ്മതം ചെയ്യുന്നത് പോലെ. നീ അല്ലേ അത്? ഇപ്പൊ സനൂപിനോട് ഞാൻ പറയാം, നീ സനൂപല്ലേ? അപ്പൊ എന്നാ പറയാം? അതെ, ഞാൻ സനൂപാണ്. നീ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരനല്ലേ? അതെ, ഞാനാണെന്ന് പറയണം. അതാണ് സ്വീകരിച്ച് പറയുക. മനസ്സിലായോ? സ്വീകരിച്ച് പറയുക. സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും. കണ്ടോ, അതാ കുഞ്ഞു പറഞ്ഞത് 12. നാം സ്വീകരിച്ചു പറയുന്ന. അപ്പൊ നമ്മൾ ആരെ കുറിച്ചാ പറയുന്നത്? സ്വർഗീയ വിളിയുടെ കണക്ഷൻ നമ്മളിൽ എത്തപ്പെട്ടത് ക്രിസ്തു വഴിയാണ്. ശരിയല്ലേ? എന്നിലൂടെ കടക്കാത്തവൻ ആരും സ്വർഗരാജ്യത്തിലെത്ത. കാരണം സ്വർഗരാജ്യത്തിന്റെ ഡോർ നസ്രയനാണ്. ആമേൻ. അപ്പൊ നമ്മൾ പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനും എന്നെഴുതി അല്ലേ? അപ്പോ പൗലോസ് പറയാ, നിങ്ങൾ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. അപ്പോൾ തന്നെ സ്വർഗീയ വ്യവസ്ഥകളിൽ നിങ്ങൾ കീഴ്പ്പെടണം. എത്ര പേർക്ക് പറഞ്ഞു മനസ്സിലായി? ഇപ്പൊ സ്വർഗീയ വിളിക്ക് നമ്മൾ ഓഹരിക്കാനാന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ അത് ഏറ്റെടുത്ത ഒരാത്മമണ്ഡലം എന്തായിരുന്നു? അല്ലേ? നിങ്ങൾക്ക് സന്തോഷമല്ലേ? അല്ലേ? സന്തോഷമായില്ലേ? പക്ഷേ ഈ കോളിംഗ് ഉള്ളവർ വ്യവസ്ഥകളെ കീഴ്പ്പെടണം. സ്വർഗീയ വ്യവസ്ഥകളെ എന്ത് ചെയ്യണം? നമ്മൾ വചനം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ ദൈവം അവസ്ഥകളെക്കാട്ടിലും ഉപരി വ്യവസ്ഥ നോക്കി പ്രവർത്തിക്കുന്നവനാണ്.
അവസ്ഥ അവൻ കാണാത്ത ദൈവമല്ല. അവസ്ഥകളിൽ അവൻ പ്രവർത്തിക്കും. എന്നാലും അവസ്ഥകളെ കാണുപരി താൻ വ്യവസ്ഥ നോക്കും. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? രക്തം ചെയ്യും. സ്വത്രം. അപ്പൊ സ്വർഗീയ വിളിയുടെ സ്വർഗത്തിലെ കോളിംഗ് നമ്മളിലേക്ക് എത്താൻ ഇതിന്റെ ഇടയിൽ നിന്നവനാണ് അപ്പോസ്തലനും മഹാപുരോഹിതനുമായ ആ ക്രിസ്തു പറഞ്ഞ സ്വർഗീയ വ്യവസ്ഥകളെ നിങ്ങൾ കീഴ്പ്പെടണമെന്നാണ് പൗലോസ് പറയുന്നത്. പക്ഷെ വിളിയൊക്കെ ശരി, പക്ഷെ വ്യവസ്ഥയൊക്കെ കീഴ്പ്പെടാൻ ഭയങ്കര ഈ വ്യവസ്ഥ ഉപദേശമൊക്കെ വരുമ്പോഴല്ലേ അല്ലേ ശിവനെ? ഈ വ്യവസ്ഥ ഉപദേശം ഇതൊക്കെ വരുമ്പോഴാണ് പലർക്കും നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നല്ല ചോദിച്ചു. പലർക്കും അല്ലേ ബുദ്ധിമുട്ട്. നിന്നെ വാലല്ല തലയാക്കും, നീ അനുഗ്രഹം പ്രാപിക്കും, നീ വിടുതൽ പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞ ഒരു പ്രശ്നമില്ല. നീ ശരിയാകണം, നീ നന്നാവണം, ഈ സ്വഭാവം മാറ്റിയാലേ ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റത്തുള്ളൂ, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം, നിന്റെ ഈ പോക്ക് ശരിയല്ല, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കൂ. ദൈവം സഹായിച്ച് ഞാൻ ഇതാ കൂടുതൽ. അതുകൊണ്ട് എല്ലാവർക്കും എന്നെ അങ്ങനെ വെല്ലിട്ടൊന്നുമല്ല. ഞാൻ പിന്നെ നോക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. എന്നാൽ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നവർ ഉണ്ട്. കാരണം പറഞ്ഞത് സത്യമാണെന്ന് ഗ്രഹിച്ചവർ. സ്വതന്ത്രം. ഞാൻ നേരത്തെ മുതലേ പറയാറുണ്ട്, ആളെ കൂട്ടുന്ന പരിപാടിയല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 3 അമ്മച്ചിമാരെ കൊണ്ട് തുടങ്ങിയ മീറ്റിംഗ്. അതിൽ ഒരമ്മച്ചി ജീവിച്ചിരിപ്പുണ്ട്, 2 പേര് നിത്യതയും. 3 അമ്മച്ചിമാരെ തുടങ്ങിയ മീറ്റിംഗാ. ആദ്യകാലങ്ങളിൽ വന്ന വിശ്വാസികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അമ്മാമയുണ്ട്, സാൻഡി സിസ്റ്റർ ഉണ്ട്, സിബി ആന്റി ഉണ്ട്. അവരോട് ചോദിച്ചാൽ അറിയാം, കൈവിരലിൽ എണ്ണാവുന്നവര് ചേർന്നിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ശുശ്രൂഷിച്ചിട്ടുണ്ട്. സ്വോത്രം. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച വെളി വരെ ആളെ ഞാൻ അന്നും ഇന്നും പറയുന്ന ആളെ കൂട്ടുന്ന പരിപാടി അല്ലിത്. ആള് കൂടുതൽ വന്നാലും കുറവ് വന്നാലും ഒരാളെ ഉള്ളൂ. ഞാൻ സ്വോത്രം. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ വരുന്നവർ വചനത്തിന്റെ ഉപദേശത്തിൽ നിൽക്കണം. സ്വോത്രം. അത് പേഴ്സണൽ ലൈഫിൽ ഒരാമൻ പറഞ്ഞു. അപ്പൊ സ്വർഗീയ വിളിയുടെ കണക്ഷൻ നിങ്ങളിൽ എത്തിക്കുന്നത് അപ്പോസ്തലനും മഹാപുരോഹിതനുമായ ക്രിസ്തു. ആ ക്രിസ്തു സ്വർഗത്തിലേക്ക് പ്രവേശനത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെങ്കിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗീയ വ്യവസ്ഥകൾ അനുസരിക്കണം. സ്വർഗീയ വ്യവസ്ഥകളിലേക്ക് ഞാൻ പോകുന്നില്ല, പോയാൽ എന്റെ പ്രസംഗം തീരും. അതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ആ സബ്ജക്റ്റ് പ്രസംഗിക്കാം. സ്വർഗീയ വ്യവസ്ഥ എന്നെ നിങ്ങളൊന്ന് ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചാൽ മതി, എനിക്ക് ഇച്ചിരി മറവി കൂടുതൽ. അപ്പൊ ദൈവിക വ്യവസ്ഥകളിൽ ആര് കീഴ്പ്പെടുന്നോ അവന്റെ മുമ്പിൽ പലതും കീഴ്പ്പെടും. രാമേന്ദ്ര സ്വന്തം വാഗൊണ്ട് പറയണം കേട്ടോ അഭിഷേകം. ദൈവിക വ്യവസ്ഥയിൽ ആര് കീഴ്പ്പെടുന്നോ അവരുടെ മുമ്പിൽ അധികാരങ്ങൾ കീഴ്പ്പെടും, പൈശാചികതകൾ കീഴ്പ്പെടും. രാമൻ പറഞ്ഞേ സ്വോത്രം. നീ ഏതെങ്കിലും ഒക്കെ വിഷയം കീഴ്പ്പെടാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ആത്മാവിനോട് ഇടപെടുക. ദൈവിക വ്യവസ്ഥകളിൽ നീ കീഴ്പ്പെട്ടാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചിലത് കീഴ്പ്പെടും. യാക്കോബിന്റെ ലേഖനം
നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ശരിയാണോ? കീഴടങ്ങുന്നവനെ, അടുത്ത വാക്യം, പിശാചിനോട് എതിർക്കാൻ കഴിയപ്പെടുന്നു. ഒരാമേൻ പറഞ്ഞേ, ഒരാമേൻ പറഞ്ഞേ. ഈ ലോകത്തിന്റെ വ്യവസ്ഥിതികൾക്ക് കീഴടങ്ങാനല്ല, നിന്റെ മേലുള്ള വിളിക്കനുസരിച്ച് ആ വിളിയിലേക്ക് എത്തിച്ചേരേണ്ടതിന്, ഹല്ലേലൂയ, സ്വർഗീയ വ്യവസ്ഥകൾക്കും ആ വ്യവസ്ഥ കൈമാറിയവനും നീ കീഴ്പ്പെട്ടാൽ, പിശാചിനോട് എതിർത്തു നിൽക്കാനുള്ള ഒരു കരുത്തും നിന്നെയും നിന്റെ കുടുംബത്തെയും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനെ നിങ്ങളുടെ മുന്നിൽ കീഴ്പ്പെടുത്തി കാണിക്കാൻ കഴിവുമുള്ള ദൈവത്തിന്റെ കരുത്ത് ഇന്നു മുതൽ ഈ വചനത്തിൽ വെളിപ്പെട്ടു വരുമ്പോൾ കീഴ്പ്പെടാൻ മനസ്സുള്ളവർ സ്തോത്രം, സ്തോത്രം. ദൈവിക വ്യവസ്ഥകളിൽ കീഴ്പ്പെടാതെ പിശാചിനെയും വെല്ലുവിളികളെയും കീഴ്പ്പെടുത്തണമെന്ന് പറഞ്ഞ് എങ്ങനെ പറ്റും? എങ്ങനെ പറ്റും? ദൈവിക വ്യവസ്ഥകളിൽ നീ കീഴ്പ്പെടാതെ നിനക്കെതിരെ ആധിപത്യം പുലർത്തുന്നതിനെ എങ്ങനെ കീഴ്പ്പെടുത്തും? ചോദ്യം മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? ക്രമീകരിക്കുക. ഇന്ന് പകൽ ദൈവത്തിന് ചിലരോട് സംസാരിക്കാനുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന് ചിലരോട് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. ദൈവസന്നിധി കീഴ്പ്പെടും. വ്യവസ്ഥകൾക്ക് മുമ്പ് കീഴ്പ്പെടും. നിങ്ങൾ ആശയെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ആശ അതാരല്ലേ? ബൈബിളിലുള്ള ഒരു കഥാപാത്രം ആശ. രാജാവായിരുന്നു. രാജാവ് കേൾക്കാം. രാജാവായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ രാജ്യത്ത് അന്യവിഗ്രഹങ്ങളുടെ സ്വാധീനം നിലനിന്നപ്പോൾ, ആസയുടെ ഭരണകാലഘട്ടം വന്നപ്പോൾ ആസ ഈ വിഗ്രഹങ്ങളെയൊക്കെ എടുത്ത് ദൂരെ, ദൈവിക വ്യവസ്ഥിതികൾക്കെതിരെയുള്ള സകലത്തിനെയും ആസ എടുത്ത് ദൂരെ കളഞ്ഞു. എന്നിട്ട് ദൈവത്തിന്റെ വ്യവസ്ഥിതികളെ ആസ രാജ്യത്ത് കൊണ്ടുവന്നു. കൃപ, 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 കൃപ. അവരെക്കാട്ടിലും ഇരട്ടി ബലമുള്ള സൈന്യം അവരെ പരാജയപ്പെടുത്ത അവരുടെ രാജ്യത്തെ ലക്ഷ്യമിട്ട് വന്നപ്പോ ആശയുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ എന്റെ സ്വർഗം ഇറങ്ങി. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യം പിടിനിൽപ്പാൻ നീ അല്ലാതെ, സഹായിപ്പാൻ നീ ആരുമില്ല. അവർ വ്യവസ്ഥ ആര് കേൾക്കുന്നോ അവർ ശ്രദ്ധിക്കുമെന്ന് എത്ര വലിയ സാക്ഷ്യങ്ങളും അതിനെ ദൈവം ഓടിക്കും. വ്യവസ്ഥ നിൽക്കുന്ന വ്യക്തികളുണ്ടോ? എത്ര പേർക്ക് ആ ദൂത് മനസ്സിലായി? ഇവരുടെ കൂട്ടത്തിൽ 5,80,000 പേര്, അവരുടെ കൂട്ടത്തിൽ 10,00,000 പേര്. ഇവരുടെ കൂട്ടത്തിൽ 5,80,000, അവരുടെ കൂട്ടത്തിൽ 10,00,000. ആസയ്ക്ക് മനസ്സിലായി മാനുഷികമായ യുദ്ധം ചെയ്താൽ ജയിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളെക്കാട്ടിലും ആൾബലവും
ഞങ്ങളെക്കാട്ടിലും ആയുധബലവും അവർക്കുണ്ട്. പക്ഷെ വ്യവസ്ഥക്കകത്ത രാജ്യം നിന്ന്, വ്യവസ്ഥക്കകത്ത രാജാവ് നിന്ന്, വ്യവസ്ഥക്കകത്ത സൈന്യം നിന്ന് ഒറ്റ പ്രാർത്ഥന, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പം നീയല്ലാതെ ആരുമില്ല. വചനം എഴുതി നിർത്തുന്നത് ഇങ്ങനെ: ദൈവം അവരെ ഓടിച്ചു കളഞ്ഞു. ഇവർ പുറകെ ഓടിച്ചെന്ന് അവരെ പിടിച്ച് അവരെ പരാജയപ്പെടുത്തി. ഇപ്പൊ നേരെ തിരിച്ച, നമ്മൾ ഓടുന്നു, പിശാച് നമ്മളെ പുറകെ ഓടി. എന്നാ കാര്യം? വ്യവസ്ഥക്കകത്ത് കേറിയിട്ടില്ല, വ്യവസ്ഥക്കകത്ത് കേറിയിട്ടില്ല, വ്യവസ്ഥക്കകത്ത് കേറിയിട്ടില്ല. നേതൃത്വ നിരയിൽ ആശ വന്നപ്പോൾ ആശ മാത്രമല്ല കേറിയ, രാജ്യം മൊത്തം കേറി, രാജ്യം മൊത്തം കേറി. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ആ ആശ തന്നെ 16-ാം അധ്യായത്തിൽ വരുമ്പോ വ്യവസ്ഥയ്ക്ക് വെളിയിൽ പോയപ്പോ വചനം വായിക്കുന്നു, അവൻ രോഗം വന്ന് മരിച്ചു. അതോ വ്യവസ്ഥയ്ക്കകത്തു നിന്നപ്പോ ദൈവം അവരെ വിടുവിച്ചു, ദൈവം അവരെ രക്ഷിച്ചു. അവരെ കീഴ്പ്പെടുത്താൻ വന്നതിനെ ദൈവം എന്ത് ചെയ്തു? ദൈവം കീഴ്പ്പെടുത്തി ഓടിച്ചു. ദൈവം ഓടിച്ചു. പക്ഷേ വ്യവസ്ഥയ്ക്ക് പുറത്തു പോയപ്പോ ദൈവകരം അവന് ഭാരമായി. ഞാൻ പറഞ്ഞ വെളിപ്പാട് എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് പകൽ ശ്രദ്ധിച്ച് കേക്ക്. സ്വർഗീയ വിളിയുടെ വ്യവസ്ഥയ്ക്കകത്ത് നീ കേറിയ, നിന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനെ എന്റെ ദൈവം ഓടിച്ചു കളയും. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോടാ? മനസ്സിലായോ? മനസ്സിലായോ? പൈശാചിക വെല്ലുവിളി ഉയരുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വിടവുണ്ടോന്ന. വിടവുണ്ട്. എന്റെ ഭാഗത്ത് എവിടെയെങ്കിലും വിടവുണ്ട്? എവിടെങ്കിലും ക്രമീകരിക്കാനുണ്ടോ? എവിടെങ്കിലും വ്യവസ്ഥ തെറ്റിയിട്ടുണ്ടോ? എന്നോട് കർത്താവ് ഈ ദൂത് ഇങ്ങനെ കണക്ട് ചെയ്യുക. ദൈവത്തിന് ഇന്ന് ആരോടൊക്കെ സംസാരിക്കാനുണ്ട്. നെഹമ്യാവേ, ഞാനിതൊന്നും എടുക്കണമെന്ന് വിചാരിച്ചല്ല. നെഹമ്യാവേ, ഒരു ദൈവ പദ്ധതിയുമായിട്ട് യെരുശലേമിൽ വന്നപ്പോൾ ഒരു താഴ്വരയിൽ ഒരു ചർച്ചയ്ക്ക് വിളിച്ചില്ലേ? വായിച്ചിട്ടുണ്ടോ ഭാഗം? ചർച്ചയ്ക്ക് എന്ത് ചെയ്തു? വിളിച്ചു അല്ലേ? പക്ഷേ നെഹമ്യാവ് പറഞ്ഞ മറുപടി, ഞാൻ വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കണവനാ, ഞാൻ വരത്തില്ല. ഞാൻ എന്ത് ചെയ്തില്ല? വരത്തില്ല. വിളിച്ച ചർച്ചയുടെ അകത്ത് നെഹമ്യാവ് പോകാഞ്ഞതിന്റെ കാര്യം, നെഹമ്യാവിനെ ദൈവം ഒരു വ്യവസ്ഥയ്ക്കകത്ത് നിർത്തിയിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഒരു ദൈവ പദ്ധതിക്കകത്ത് നിർത്തിയിരിക്കുന്നത്. നെഹമ്യാവിനെ അറിയാം, ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയ ചിലപ്പോ ഞാൻ നിർത്തിയിരിക്കുന്നവർ ഇറങ്ങും. ആ ഗൂഢാലോചന എന്തിനാണെന്നറിയാമോ? നെഹമ്യാവിനെ തകർത്തു കളയാൻ. പക്ഷെ ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്നവൻ അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന വ്യവസ്ഥയെ അവൻ അംഗീകരിച്ചില്ലെന്ന്, അവനത് ഏറ്റെടുത്തില്ലെന്ന് ഉന്നതവൻ ആത്മാവിടപെടുക. ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്നവൻ ദൈവഹിതമില്ലാത്ത വ്യവസ്ഥ അംഗീകരിക്കത്തില്ല. ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്നവൻ ദൈവഹിതമില്ലാത്ത വ്യവസ്ഥയ്ക്കകത്ത് പോകത്തില്ല. ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്നവൻ ദൈവത്തിന്റെ ഹിതമില്ലാത്ത വ്യവസ്ഥയെ വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്ന നിലപ്പെരിയെ പോരാടുന്ന ചിലരെ നിങ്ങളൊന്ന് ആരാധിക്കുമ്പോൾ നീ വിട്ടുവന്ന് നിന്റെ കൂടാരത്തിന്റെ അകത്ത് അധികാരം ചുമത്തിരിക്കുന്നു. പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ ഫലങ്ങൾ ചില തലമുറകളോട് മോചനത്തെ ഉണർത്തിരിക്കുന്ന ചില പൈശാചിക ശക്തികൾ
സ്വർഗീയ വിലയുടെ വൃക്ഷത്തെ അവരിൽ നിന്നും മറിച്ചു കളയുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ പലവരുടെ വീഴ്ച ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുന്നു. നമുക്ക് അല്പനേരം ഒന്ന് ആരാധിക്കണം. പൗലോസ് വെളിപ്പെടുത്തുന്നു. പൗലോസ് വെളിപ്പെടുത്തുക. മോശ ഇസ്രായേൽ ജനം. നിങ്ങൾ താഴോട്ട് പിന്നെ വായിച്ചാൽ മതി, വായിപ്പിക്കത്തില്ല, സമയമില്ല. മോശ ഇസ്രായേൽ ജനം. എന്നിട്ട് മോശെ ഇസ്രായേൽ ജനത്തെ വെച്ചു. എങ്ങനെ വെച്ചു? നിഴലായി വെച്ചു. കാരണം ഈ പഴയ നിയമം കോർത്തിണക്കി പറഞ്ഞാലേ ഇവന്മാർക്ക് കാര്യം പിടികിട്ടുന്നു. അതുകൊണ്ട് പൗലോസ് എപ്പ പ്രസംഗിച്ച് എപ്പ പറഞ്ഞാലും ഈ പഴയ നിയമം ചേർത്ത് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഹൃദയത്തിന്റെ പരിച്ഛേദന വായിച്ചിട്ടുണ്ടോ? എവിടെ എവിടെ? റോമാലേഖനം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ നിയമം തപ്പുന്ന പുള്ളികളോടാണ് ചോദിക്കുന്നത്. പരിച്ഛേദന വായിച്ചിട്ടുണ്ട്. ഹൃദയ പരിച്ഛേദന വായിച്ചിട്ടുണ്ട്. വായിക്കണം. റോമാലേഖനത്തിലുണ്ട് ഹൃദയ പരിച്ഛേദന. ഹല്ലേലൂയ. റോമ, ഗലാത്യർ, എഫേസ്യർ ഇതൊക്കെ വായിക്കണം. ഹൃദയ പരിച്ഛേദനയെ കുറിച്ച് പറയുന്നു. ഹൃദയ പരിച്ഛേദനയെ കുറിച്ച് വെളിപ്പെടുത്താൻ പൗലോസ് എടുത്ത ഉദാഹരണം അബ്രഹാമിന്, രണ്ട് ദാവീദിനെ. മനസ്സിലാവുന്നുണ്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് അവർക്ക് കാര്യം മനസ്സിലാകാൻ ചില എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ് സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എത്ര പേർക്ക് പറഞ്ഞു മനസ്സിലായി? അതുകൊണ്ട് ക്രിസ്തു ശ്രേഷ്ഠനാണെന്ന് തെളിയിക്കാൻ പൗലോസ് പഴയ നിയമത്തിൽ നിന്ന് എടുത്തത് മോശയെയും ഇസ്രായേലിനെയും അതിനെ പൊരുളായി തിരിച്ചു. അതാരെന്നറിയാമോ? മോശ ഇസ്രായേൽ ജനം പുതിയ നിയമ സഭ. രാമൻ പറ. പുതിയ നിയമ ഇസ്രായേലാണ് ഞാനെന്ന് അഭിമാനിക്കുന്ന ഒരു കാലമാണ്. അതാണ് ഇപ്പോഴും നമുക്കൊരു വിശ്വാസം നമുക്കില്ല. ഏതൊക്കെയാ ജാതി? ഇതാ പലരുടെ രണ്ട് ജാതിയേ ഉള്ളൂ. ഒന്ന് യഹൂദ ജാതി, രണ്ട് എല്ലാം കൂടെ ചേരുന്ന ഒരു ജാതി. രണ്ട് ജാതിയേ ഉള്ളൂ. വചനം പഠിക്കാത്തവനാണ് പല ജാതി പറയുന്നത്. വചനം പഠിച്ചവരോട് ചോദിക്കും. പഠിച്ചതും കണക്കാ. ഇത് റെക്കോർഡാ, യൂട്യൂബ് വരും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പറയും. വിമർശിച്ചാലും കൊള്ളാം, എതിർത്താലും കൊള്ളാം, എനിക്കൊരു വിഷയം. അതുകൊണ്ടാ പറയുന്നത്. രണ്ട് ജാതിയേ ഉള്ളൂ. ഒന്ന് പറ യഹൂദ ജാതി, രണ്ട് എല്ലാ ജാതികളും കൂടെ ചേരുന്ന ഒരു ജാതി. ഇതിന്റെ ഇടയ്ക്ക് ക്രിസ്തു വേർതിരിച്ചതാണ് സഭ. ആമേൻ പറ. മുസ്ലിമിൽ നിന്ന് വന്നാൽ, ഹിന്ദുവിൽ നിന്ന് വന്നാൽ, സമുദായങ്ങളിൽ നിന്ന് വന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞു വന്നവരെല്ലാം ഒന്നാണ്. എന്നാണ് ഞാനൊരു വിവാഹ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു. പെണ്ണാണോ ചെറുക്കാണെന്ന് എനിക്കറിയത്തില്ല. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷയും വന്നതുകൊണ്ട് നമുക്കിവര് ചേരത്തില്ല, കിട്ടുന്നില്ല. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്ക് ചേരത്തില്ല. അപ്പൊ നോക്കി, ഇപ്പോഴും അവരെ ദൈവമക്കളാണെന്ന് കാണാനുള്ള മനസ്സിലൊന്നല്ല ഇല്ല. സ്തോത്രം ചെയ്യും. അങ്ങനെയുള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. ഇപ്പൊ മാറ്റിക്കോണം.
യേശുവിന്റെ മുമ്പിൽ വെളുത്തവനെന്നില്ല, കറുത്തവനെന്നില്ല. ഉണ്ടോ സനൂപേ? ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ കർത്താവിന്റെ മുമ്പ് വേർതിരിവില്ല. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയത്, നടുച്ചുവരിനെ അവൻ ഇടിച്ചു കളഞ്ഞു. അടുത്ത വാക്യം, പുതിയൊരു നിയമത്തെ അവൻ സ്ഥാപിച്ചു. യേശു സ്ഥാപിച്ച പുതിയ നിയമത്തിൽ ക്രിസ്തുവിൽ എല്ലാവരും ഒന്ന്. ഒരു ശരീരത്തിലെ അവയവം, ഒരപ്പത്തിന്റെ അംശം. വെളുത്തവന്റെ ചർച്ച കറുത്തവൻ വരുമ്പോ ഇതല്ല നിന്റെ ചർച്ച. 1/2 കിലോമീറ്റർ, അരമണിക്കൂർ യാത്ര ചെയ്താൽ മതി, അപ്പുറത്താ നിന്റെ ചർച്ചെന്ന് പ്രസംഗിക്കുന്നവൻ, പറയുന്നവൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അവൻ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവനല്ല, അവൻ യഥാർത്ഥമായി മരിച്ചിട്ടില്ല. ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചില്ല. എന്താ നടക്കില്ല, ദൈവം പറയുന്നു. മാനസാന്തരപ്പെടാവുണ്ടപ്പെട്ട രക്തം ജയം. മോശ ഇസ്രായേൽ ജനം, പൊരുൾ ക്രിസ്തു സഭ. എന്നിട്ട് പറയാ, മോശ ഇസ്രായേൽ ജനത്തെ നടത്തിയതുപോലെ സഭയെ ദൈവം നടത്തി. ഇസ്രായേൽ എന്ന ഭവനത്തിൽ മോശ പുരോഹിതനാകുന്നു. മോശ നേതൃത്വ നിരയിൽ ജനത്തെ നയിച്ചതുപോലെ ഹല്ലേലൂയ ദൈവഭവനത്തിലേക്ക് ഹല്ലേലൂയ ഓണം. ഒരുവൻ വീട് ചമയ്ക്കാൻ ആവശ്യമാണ്. ഒരു വീട് ചമയ്ക്കണമെങ്കിൽ ഒരു ആവശ്യമാണ്, അതാണ് ക്രിസ്തു. എന്നിട്ട് പറയുന്ന വാക്യം അവിടെ പറയുന്നത്, പ്രത്യാശയുടെ ധൈര്യം. അല്ലെ, നിങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യാശയുടെ ധൈര്യത്തിന്റെ പ്രശംസ നിങ്ങൾ മുറുകെ പിടിക്കണം. എന്താ ഇതിന്റെ അർത്ഥം? നിങ്ങൾ ആരാ ഇപ്പം? സോറി, മാറ്റി പറയാം. നമ്മൾ ആരാ? നമ്മൾ ആരാ ഇപ്പം? വെള്ളം കുടിക്കാതെ ഇത്ര നേരം ഒരു തുള്ളി വെള്ളം കുടിച്ചില്ല. തൊണ്ടയിലെ വെള്ളം എല്ലാം പറ്റി. സാരമില്ല, പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആരാ? അത് കഴിഞ്ഞു. ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ഞാനിങ്ങി വന്നതാണ്. നമ്മൾ ആരാ? നിങ്ങളുടെ മറുപടിക്ക് ഞാൻ വെയിറ്റ് ചെയ്ത 4 മണിയായി. ഞാൻ തന്നെ പറയാം, ദൈവത്തിന്റെ ഭവനം. ദൈവത്തിന്റെ അവിടെ അല്ലേ ഇപ്പൊ നിൽക്കുന്നേ? അല്ലേ? ഞാനും നീയും ആരാ? ദൈവത്തിന്റെ ഭവനം. ദൈവത്തിന്റെ വിശ്വാസമുള്ളവർ മാത്രം പറഞ്ഞു. അവൻ പറയാനല്ല, ഞാൻ ദൈവത്തിന്റെ ഭവനം. ഞാൻ ദൈവത്തിന്റെ, എന്നെ ചമച്ചത് ദൈവം, അവൻ എന്റെ അകത്ത് വസിക്കുന്നു. ഇതാ പൗലോസ് വെളിപ്പെടുത്തി. നിങ്ങളോ ദൈവത്തിന്റെ ഭവനക്കാർ. സ്വതന്ത്രം. മന്ദിരമുണ്ട്, നിങ്ങളത് വായിച്ചിട്ടുണ്ട്. മന്ദിരമുണ്ട്, ഭവനമുണ്ട്, രാജ്യമുണ്ട്. അല്ലേ? ദൈവമന്ദിരം, ദൈവഭവനം, ദൈവരാജ്യം. 3 വിഷയങ്ങളുണ്ട്. ഞാനതൊരിക്കൽ ഇവിടെ പ്രസംഗിച്ചോന്ന് അറിയത്തില്ല, ഏതോ മീറ്റിംഗിൽ ഞാൻ പ്രസംഗിച്ചു. ദൈവം അനുവദിച്ച് ഞാനത് പഠിച്ചു. ദൈവരാജ്യം, ദൈവഭവനം, ദൈവമന്ദിരം. ഭവനത്തെ കുറിച്ച് ഞാൻ പറയുന്നു, രക്തം ചെയ്യും. എന്നിട്ട് പറയാ, ഭവനക്കാരെ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. മോശയല്ല വലുത്. നീ പ്രശംസിക്കേണ്ടത് മോശയിലല്ല, നീ പ്രശംസിക്കേണ്ടത് പ്രത്യാശയില്ല. അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. ആ വാക്കെന്നെ ഭയങ്കരമായിട്ട് കൂട്ടി. പ്രത്യാശയുടെ സ്വീകാര്യം. അങ്ങനെ വന്നു. ഒന്ന് വായിച്ചേ, സംശയം വേണ്ട.
മോശ ദൈവഭവനത്തിൽ ആ. ഒക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ ആ. യേശു തന്നെ നിയമിച്ചാക്കിയവന് ആ. വിശ്വസ്തനാകുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞ കാര്യം പോട്ടെ. അവനത്തെക്കാൾ അവൻ ചമച്ചവന് അധികം മാനമുള്ളതുപോലെ ആ. യേശു മോശയേക്കാൾ അധികം മഹത്വമുള്ളതിന് യോഗ്യത തന്നെയിരിക്കുന്നു. ഏത് ഭവനവും ചമയ്ക്കുവാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവായിരുന്നതിന് സാക്ഷ്യം പറഞ്ഞായിട്ടത്രേ. യേശുവോ അവന്റെ ഭവനത്തിന്റെ അധികാരിയായ പുത്രൻ തന്നെ. പ്രത്യാശയുടെ ധൈര്യം പ്രശംസയും പ്രത്യാശയുടെ ധൈര്യം. ഈ പ്രത്യാശയുടെ ധൈര്യത്തിൽ അതിന്റെ പ്രശംസകളെ നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ. എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ടെന്ന് അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മറുവശം കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരാധിക്കാം, ദൈവത്തിന് സംസാരിക്കാം. അല്ലെങ്കിൽ പ്രത്യാശയുടെ ധൈര്യം, പ്രശംസ എന്ത് ചെയ്യണം? മുറുകെ. എന്ന് വെച്ചാൽ മോശയെ പിടിച്ചത് മതി. ഹലോ, പാസ്റ്റർ ഞങ്ങൾക്ക് അത് അങ്ങോട്ട് പിടികിട്ടി. മോശയെ പിടിച്ചത് മതിയെന്ന്. നിങ്ങൾ എന്താ മുറുകെ പിടിക്കണം? ഒരു പ്രത്യാശ തന്നിട്ടാ പോയെ. ആ പ്രത്യാശയുടെ ധൈര്യം, അതിന്റെ പ്രശംസ നിങ്ങൾ അത് വേണം മുറുകെ. സ്വോത്രം ചെയ്യുന്നു. ഇല്ല പാസ്റ്റർ ഞങ്ങൾക്ക് അങ്ങോട്ട് അത് പിടികിട്ടില്ല. മോശ വിടും. സ്വോത്രം എന്ന് പറഞ്ഞാൽ ഈ വെളിപ്പാടിനെക്കാട്ടിലും ഉപരി നീ ഇവിടെ ഉള്ളത് മുറുകെ പിടിക്കും. മനസ്സിലായോ? ചിലർക്ക് അവരുടെ ചർച്ച എന്ന് പറഞ്ഞാൽ അങ്ങ് മരിക്കും. എൻ്റെ ഒരു സ്നേഹിതൻ പള്ളിയുടെ പേര് പറയുന്നില്ല, അറിയപ്പെടുന്ന പള്ളി ചർച്ച. നീ അതിൽ പോകുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ട്, അത് മതി. അറിയപ്പെടുന്ന ചർച്ച. എന്തോ പറഞ്ഞാലും പുള്ളി അവരെ പ്രസ്ഥാനത്തെ കുറിച്ച് പറയാതെ പുള്ളി എന്തോ പറഞ്ഞാലും ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഇന്ന സ്ഥലത്ത് ഈ മോശമായ എന്തെങ്കിലും കാര്യം പറയുന്നത് വിചാരിച്ചു, എന്തെങ്കിലും വീഴ്ചയോ തെറ്റാണോ പറയുന്നെങ്കിൽ പിന്നെ വേണ്ട, അതൊന്നും പ്രസ്ഥാനത്തിൽ ഇല്ല. നല്ല കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഇല്ല അടുത്ത്. ഞാൻ ഇന്നാളി ഒരിക്കൽ ഇങ്ങനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രസ്ഥാനം എടുത്ത് പോകാൻ. നേരെ പ്രസ്ഥാനം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ പിടികിട്ടിയോ? ഇപ്പൊ പിടികിട്ടിയോ? പ്രസ്ഥാനത്തെ, പാസ്റ്റർമാരെ, ബിൽഡിങ്ങിനെ, സമ്പത്തിനെ, നന്മകളെയും ഇതൊന്നും അല്ല മുറുകെ പിടിക്കണ്ടേ. സ്വതന്ത്രം. ചിലരൊക്കെ ഓരോ തലപ്പത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി അല്ലേ? ശരിയല്ലേ? നിങ്ങൾക്കറിയാം ശരിയാണ്. പക്ഷെ നിങ്ങളെല്ലാം ഓരോ പ്രസ്ഥാനത്തിലായിട്ട് നിങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ ഇലക്ഷൻ വരണം, ഓരോ ഇലക്ഷൻ വരണം, നടക്കുന്ന ബഹളം. ഒരു പ്രസ്ഥാനത്തിൽ ഒരു ഇലക്ഷൻ നടന്ന് പോലീസുകാരായിരുന്നു പ്രൊട്ടക്ട് ചെയ്തത്. ക്രിസ്തീയ ഒരു അധികാരിയെ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ
പ്രൊട്ടക്ട് ചെയ്താരാ? എന്തെങ്കിലും പറയാം, നീ എന്തെങ്കിലും പറയാനുണ്ടോ? നീ പോലീസുകാരുടെ പ്രൊട്ടക്ഷനില ഒരു ആത്മീയ കോള എന്നാ കാര്യം? എല്ലാത്തിനും സീറ്റ് വിട്ടു. പൗലോസ് പറയാ, നിങ്ങൾ മനസ്സിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ചില കാര്യങ്ങളില്ലേ, അതിലൊന്നും അല്ല പ്രശംസിക്കേണ്ടത്. അതൊക്കെ എടുത്ത് ദൂരെ കളയാം. ഞാൻ ആത്മാവിൽ പറയുന്നു, എന്തിലാണോ പ്രശംസിക്കുന്നത് അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞ. ദൈവാത്മാവ് വിവേചിക്കുന്നുണ്ട് പറയും. ചിലരെ അവരുടെ ശരീരത്തിലാണ് പ്രശംസിക്കുന്നത്, മുറുകെ പിടിക്കുന്നു. ശരീരത്തിൽ ചിലര് മുറുകെ പിടിക്കും. അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ ഉറക്കമില്ല, തണുപ്പുമില്ല. അല്ലേ അല്ലേ? നിങ്ങൾ അങ്ങനെയുള്ളവരല്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മുഖത്ത് എഴുതി വെച്ചിട്ട്. എന്നോട് കഴിഞ്ഞിടയ്ക്ക് ഒരു മോള് UK-യിലുള്ള പ്രാർത്ഥിച്ച കുഞ്ഞിന് വേണ്ടി, അവള് അങ്ങനെയാണ് UK പോയെ, നേഴ്സ്. അവൾ എന്നോട് പറയാം, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചെന്നാ മുഖത്തെല്ലാം ചെറിയ പിമ്പിൾസ്, ഏതാണ്ട് വലിയ ദുരന്തം വന്ന പോലെ അവൾ എന്നോട് പ്രാർത്ഥിക്കും. അല്ല, അവിടെ പറയുന്നതിന് വേറെ കാര്യമുണ്ട്. അവളുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചു. അവൾ എന്നെയാണ് ആദ്യം ക്ഷണിച്ചത്. നല്ലൊരു കുഞ്ഞ്, നല്ലൊരു ദൈവം. സ്വോത്രം. ഞങ്ങളുടെ ചാരിറ്റി വർക്കിനൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ എത്ര ആവശ്യപ്പെടുന്നു അത്രയും നന്മ അവളെ എനിക്ക് തരുന്ന കുഞ്ഞാണ്. ദൈവം അവൾക്ക് വഴി തുറന്നപ്പോ അവള് പ്രാർത്ഥിച്ചവരെ അവള് മറന്നില്ല. ഞങ്ങൾ ദൈവാസന ചാരിറ്റി ചെയ്തപ്പോഴെല്ലാം അവള് ഹെൽപ്പ്. സ്വോത്രം. അവൾ എന്നോട് പറയാ, അത് ഒരു പ്രാർത്ഥന ക്ഷണിച്ച എന്റെ മുഖത്ത് ചെറിയ പിമ്പിൾസ്. ആ മുഖത്തെ സൗന്ദര്യത്തിൽ എന്ത് ചെയ്യും? പ്രശംസിക്കും. ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു, അവളെ കുറച്ചു നാൾ കഴിയുമ്പോൾ, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ അഴുകാനുള്ള. ചിലര് സമ്പത്തില മുറുകെ, അല്ലേ? സമ്പത്തില മുറുകെ. ചിലരെ കാണത്തില്ല ഇതുപോലെ, ഈ നമ്മൾ പറയാറില്ല, പച്ചവെള്ളം വരെ അരിപ്പ വരും. അങ്ങനെയുള്ള ഉണ്ടെന്നില്ല. അടുത്ത ആഴ്ച മിക്കവാറും ആള് കുറയും. എന്നാലും നേരത്തെ നിർത്തുന്നത് കറണ്ട് വന്നോണ്ടാകണം ഇച്ചിരൂടെ. പക്ഷെ ഞാൻ ഇപ്പൊ നിർത്തും. നിങ്ങൾ ചിന്തിക്കുക, കുറെ നേരമായി ക്ലാസ്. പരിശുദ്ധാത്മാവ് നിർത്താൻ പറയുന്നത് നിർത്തി. ഈ പച്ചവെള്ളത്തെ വരെ അരിച്ച് എടുക്കുക എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ചു. അങ്ങനെയുള്ളവരുണ്ട് ഈ സാമ്പത്തിക. വിടുന്നില്ല. ഈ ദൂതെല്ലാം ഇവിടാന്ന് എനിക്കറിയാം. കണ്ടോ, ആ സ്വർഗത്തിൽ വലിയ, വായിച്ചിട്ടുണ്ടോ? ആ, പെട്ടെന്ന് സ്വർഗത്തിൽ വലിയൊരു മൗനത. കണ്ടോ, ഞാനതിവിടെ കാണും. എനിക്കറിയാം, ദൂതൊന്നും തെറ്റിയിട്ടില്ല. എല്ലാം സൂമിലുള്ളവരൊക്കെ വീഡിയോ ഓഫ് ചെയ്ത് പമ്മിയിരിക്കും. പച്ചവെള്ളത്തെ വരെ അരിക്കുക. ഞാൻ മനസ്സിലാകാൻ വേണ്ടിയാ പറഞ്ഞു. സാമ്പത്തിക ഇതൊക്കെ കൂട്ടിയിട്ടിട്ട് എങ്ങോട്ട് കൊണ്ടു, എന്തുടുക്കും, എന്ത് കഴിക്കും, ഇതിനെ ഓർത്ത് നിങ്ങൾ വിചാരപ്പെടരുത് എന്നല്ലേ യേശു പറഞ്ഞു. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കും, ബാക്കിയുള്ളതെല്ലാം അതോടുകൂടി കിട്ടും.
ഞാൻ എൻ്റെ ഒരു സാക്ഷി പറയാം. എൻ്റെ ബ്രദർ പഠിപ്പിക്കാൻ ഞങ്ങൾ വിടും. ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ ഞങ്ങളുടെ കയ്യിൽ. എന്നാൽ പ്രാർത്ഥിച്ചു, ദൈവം എന്നെ ഒരു വെളിപ്പാട് കാണും. ഞാനും എൻ്റെ ഫാദറും ബ്രദറും കൂടെ ഞങ്ങൾ പോയി സംസാരിച്ചു. അഡ്മിഷൻ എടുക്കാൻ പോയതല്ല, കാര്യങ്ങൾ ചോദിച്ചറിയാനാ പോയത്. അവിടെ ചെന്നപ്പോ ഞങ്ങൾ അഡ്മിഷൻ എടുത്തു. ദൈവാത്മാവ് വീടി. അതിനുശേഷം ഇങ്ങോട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ പ്രാർത്ഥിച്ചു. അവൻ പഠിച്ചിറങ്ങി ആ കോളേജിൽ ആദ്യം ഫീസ് അടച്ച് തീർത്തത് ഞങ്ങളാണ്. അവന്റെ ഫീസാണ് ആദ്യം അടച്ചു തീർത്തത്. രാമൻ പറയാം, ആദ്യം ഫസ്റ്റ് അടച്ചു തീർത്തത് അവന്റെ ഫീസ്. ദൈവത്തിന് വേണ്ടി നിന്നാൽ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അനുഭവത്തിൽ നിന്നാ പറയുന്നത്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവം കൈവിടത്തില്ല. അപ്പോ പ്രത്യാശയുടെ ധൈര്യം മുറുകെ പിടിക്കണം. അതിപ്രശംസിക്കണമെന്ന് പറഞ്ഞാൽ എന്താ പ്രത്യാശയുടെ ധൈര്യം? വായിപ്പിക്കുന്നില്ല, പറഞ്ഞു വിടുക. എന്താ പ്രത്യാശയുടെ ധൈര്യം? സ്വർഗവുമായിട്ട്, സ്വർഗത്തിലെ വിളിയുമായിട്ട് നമ്മളെ കണക്ട് ചെയ്തത് ക്രിസ്തുവാണ്, അല്ലെ? ആണോ? അപ്പോൾ ആ കണക്ഷനിലൂടെ നമുക്കൊരു പ്രത്യാശ തന്നിട്ടുണ്ട്. ആ പ്രത്യാശയുടെ ധൈര്യത്തെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മുറുകെ പിടിക്കേണ്ടത്. അപ്പൊ ആ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസ പൗലോസ് പറഞ്ഞ പ്രത്യാശ എന്താ? എന്താ പ്രത്യാശ? ഓക്കെ, നമ്മുടെ പ്രത്യാശ ഈ മോള് പ്രസംഗിച്ചപ്പോ പറഞ്ഞു. നമ്മുടെ പ്രത്യാശ എന്താ? നിങ്ങളുടെ പ്രത്യാശ എന്താ? കേട്ടില്ല. കർത്താവ് വരുമ്പോ പോകണം. കർത്താവ് വരുമ്പോ പോകണം. അതല്ല നമ്മുടെ എങ്ങോട്ട് പോകണം? എങ്ങോട്ട് പോകണം? സ്വർഗത്തിൽ. സ്വർഗത്തിൽ അല്ലേ? പക്ഷേ അതിനെ മറ്റൊരു ഗൈഡാണ് വചനവും ക്രിസ്തുവും പറഞ്ഞത്. എന്താ? നിത്യജീവൻ. പൗലോസ് അതാ പറഞ്ഞു. പ്രത്യാശയുടെ ധൈര്യം, പ്രശംസ മുറുകെ പിടിക്കണമെന്ന് പൗലോസ് പറഞ്ഞ പ്രത്യാശ എന്ന വാക്കിന്റെ മീനിങ്, സ്വർഗത്തിലെ വിളിയുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്ത ക്രിസ്തു പകർന്നു തന്ന പ്രത്യാശ വേറൊന്നുമല്ല, നിത്യജീവൻ, എറ്റേണൽ ലൈഫ്. മനസ്സിലായോ? മോശയെ പിടിക്കുന്ന പിടികൾ, നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന പിടികളെല്ലാം വിടും. എന്നിട്ട് നിത്യജീവനാണ്. നിത്യജീവനെ പിടിയ, നിത്യജീവനെ പിടിയ. ഇന്ന് എത്ര പേര് തീരുമാനമെടുക്കും? എത്ര പേര് തീരുമാനമെടുക്കും? നിത്യജീവനിൽ നിന്ന് എന്റെ പിടുത്തം നഷ്ടപ്പെട്ട് പോകുന്നതിനെ ഞാൻ ഇന്ന് പകൽ ഞാൻ ഉപേക്ഷിക്കും. ഞാൻ നിത്യജീവനെ മുറുകെ പിടിക്കും. ഞാൻ പറഞ്ഞേ, നിത്യജീവൻ എന്നൊക്കെ പറയുമ്പോ സ്തുതിക്കാൻ പറയിപ്പിക്കരുത്, സ്തുതിച്ചോണം. മരണമില്ലാത്ത ജീവൻ, രോഗമില്ലാത്ത ജീവൻ, കഷ്ടതയില്ലാത്ത ജീവൻ, പ്രതികൂലമില്ലാത്ത ജീവൻ, സന്തോഷമുള്ള ജീവിതം, ആനന്ദമുള്ള ജീവിതം, ആഘോഷമുള്ള ജീവിതം, ആരാധനയുള്ള ജീവിതം, എന്തോ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. ലോൺ എടുത്തത് അടയ്ക്കണോ? അങ്ങനെ ചിന്തയെ ഇപ്പൊ നെട്ടോട്ടം ഓടുക. ആ ജീവിതത്തിലേക്ക് കയറുമ്പോ അവിടെ മുത്തൂറ്റുകാരില്ല, ഉണ്ടെന്നില്ല. സത്യം പറഞ്ഞു, അവിടെ മുത്തൂറ്റുകാരില്ല.
അവിടെ ഇസാഫുകാരില്ല, അവിടെ ബാങ്ക് ലോൺകാരുമില്ല. സ്വതന്ത്രം. അവിടെ ഒന്നിനും കുറവില്ല. ഇവിടെ കുറവുള്ളത് കൊണ്ടല്ലേ നീ ലോണിന്റെ പറയട്ടെ. എന്നാൽ എത്രയും ലൈഫ് ഇത്തരക്ക് ഒന്നിനും ഒരു കുറവില്ലാതെ ശ്രേഷ്ഠമായ നിലയിൽ നമ്മളെ മാനിക്കുന്ന ഒരു പ്രത്യാശ ആ പ്രത്യാശ മുറുകെ പിടിച്ചിരിക്കുന്നവർ മാത്രം ആ ദൈവത്തിന് നന്ദിയെ ആ പ്രത്യാശ മുറുകെ പിടിച്ചിരിക്കുന്നവർ മാത്രം. ഇന്ന് ആ വെല്ലുവിളി അറിയണം. ഈ പ്രത്യാശയെ എടുത്തു കളയുന്ന ലോകത്തിന്റെ സ്വാധീനം, ഈ പ്രത്യാശ എടുത്തു കളയുന്ന പൈശാചിക സ്വാധീനം, ഈ പ്രത്യാശ എടുത്തു കളയുന്ന ദുഷ്ടശക്തികളുടെ സ്വാധീനം ഇന്ന് പകൽ മാറിപ്പോകണം. ഇതിനകത്തുനിന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ശക്തമായിരുന്നു. ദൈവസംഗീതം ഒന്ന് പ്രാർത്ഥിക്കാൻ ശക്തമായിരുന്നു. ഇതെല്ലാം മാറണമെന്ന് മനസ്സിലായോ? ദൈവം എന്റെ പ്രാർത്ഥനാ മുറി വെളിപ്പെടുത്തി തന്നത് പ്രത്യാശയുടെ ധൈര്യം, പ്രശംസ എന്ന് വെച്ചാൽ നിത്യജീവന്റെ ധൈര്യവും പ്രശംസയും മുറുകെ പിടിച്ച പലരും ഇന്ന് മുറുകെ പിടിക്കുന്നത് മറ്റു പലതുമാണ്. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി ഇന്ന് പകൽ പഴയ സ്ഥാനത്തേക്ക് മടങ്ങി വരുന്നു. നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരാവശ്യം നിന്റെ ഉൾക്കണ്ണിനെ ഇന്നവരെ തുറക്കും. നിന്റെ ഉൾക്കണ്ണിനെ ഇന്നവരെ തുറക്കും. തുറക്കാനാണ് വചനമിടുന്നത് പറ്റുന്നത്. വചനമിടുന്നത് പറ്റുന്നത് തുറക്കാനാണ്. സന്തോഷിച്ച നിനക്ക് ഇന്ന് സന്തോഷിക്കാൻ കഴിയാത്ത നിനക്ക് ഇന്ന് കുടുംബത്തിൽ നിന്ന് അതിനെ കാണിച്ചു കളയുന്ന ലോകത്തിന്റെ സ്വാധീനം അതിന്റെ മാറണം. നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ബൈബിളൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി നമുക്ക് അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിൽ ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും. എല്ലാവരും എഴുന്നേറ്റ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാവരും എഴുന്നേറ്റ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വഴി ഇട്ടേക്കണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എല്ലാ കണ്ണുകളും അടച്ചേ. പൗലോസ് പറയാ, മോശേക്കാൾ ക്രിസ്തു ശ്രേഷ്ഠൻ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ദൈവത്തിന്റെ ഭവനക്കാർ. നിങ്ങളെ ദൈവം ചമച്ചു. ക്രിസ്തുവാണ് നിങ്ങളുടെ ഉടയവൻ. ക്രിസ്തുവാണ് നിങ്ങളുടെ അവകാശി. ക്രിസ്തുവാണ് നിങ്ങളുടെ നായകൻ. ക്രിസ്തുവാണ് നിങ്ങളുടെ ദൈവം. ക്രിസ്തുവാണ് ശ്രേഷ്ഠൻ. ഇത്രയും പറഞ്ഞിട്ട് പറയാ, നിങ്ങളെ നിത്യജീവനിലേക്ക് എത്തിക്കുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ട് നിത്യജീവന്റെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നിങ്ങൾ മുറുകെ പിടിക്കണം. ബാക്കിയുള്ളത് ഇപ്പൊ കളയണം. ഇല്ലെങ്കിൽ മറുവശവാ നമ്മൾ വായിച്ച വാക്യത്തിന്റെ താഴെ എഴുതിയിരിക്കുന്ന, മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. അവർക്ക് വേണ്ടി മരുഭൂമിയിൽ ഞാൻ ചെയ്ത അത്ഭുത പ്രവർത്തികളെ കണ്ടിട്ടും അവർ വിശ്വസിച്ചില്ല. അവരെന്നെ പരീക്ഷിച്ചു. അടുത്ത വാക്യം ഇങ്ങനെ എഴുതി, എന്റെ ക്രോധത്തിൽ ഞാൻ സത്യം ചെയ്തു, അവരോ വാഗ്ദത്ത ദേശത്ത് കടന്നില്ല. കണ്ടോ? നിങ്ങളുടെ പിതാക്കന്മാർക്ക് കടക്കാൻ പറ്റിയില്ല. കാരണം അവർ മുറുകെ പിടിച്ചത് മറ്റു പലതുമാ. അവരെന്റെ പ്രവർത്തികളെ വിശ്വസിച്ചില്ല. അതുകൊണ്ട് ചെവി തുറന്ന് കേക്ക്. ദൈവം പറയുന്നത് ചെവി തുറന്ന് കേക്ക്. മോശയല്ല വലുത്, ഈ ലോകത്തിലുള്ളതല്ല വലുത്. ക്രിസ്തുവാണ് വലുത്. അവനാണ് ശ്രേഷ്ഠൻ. നിത്യതയാണ്
നിത്യത നഷ്ടപ്പെട്ടു പോകരുതെന്നാണ് ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ എന്തോ വലിയ ദൂത വേണ്ടേ? നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. സമർപ്പിച്ചേ എല്ലാവരും സമർപ്പിച്ച് വചനത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ച് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്ത്. കണ്ണടച്ച് പ്രാർത്ഥിച്ച്